ഫിഫ്ത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ. ഇപ്പോൾ കഴിഞ്ഞ ലെക്ചറിലായിട്ട് നമ്മൾ റിസർവോയർ കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് റിസർവോയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സെഡിമെന്റ് ലോഡ്സിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ സെഡിമെന്റ് ലോഡ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, സെഡിമെന്റ് ലോഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് സ്ട്രീമാണോ കൺസിഡർ ചെയ്യുന്നത് ആ സ്ട്രീമിൻ്റെ വാട്ടർ സാമ്പിൾ എടുക്കണം. വേരിയസ് ഡെപ്തിലുള്ള വാട്ടർ സാമ്പിൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സാമ്പിളെല്ലാം വേ ചെയ്യും. അതുപോലെ തന്നെ അത് ഫിൽറ്റർ ചെയ്യും. വാട്ടർ ഫിൽറ്റർ ചെയ്തിട്ട് അതിൽ നിന്നും സെഡിമെൻറ്റ്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, റിമൂവ് ചെയ്ത സെഡിമെൻറ്റ്സിനെ നമ്മൾ ഡ്രൈ ചെയ്യും. ഓക്കെ, വാട്ടർ കണ്ടൻറ്റ് കളയും. വാട്ടർ കണ്ടൻറ്റ് കളഞ്ഞിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കും. അപ്പോൾ സെഡിമെന്റിലൂടെ നമ്മൾ എപ്പോഴും പാർട്സ് പെർ മില്യൺ, PPM പാർട്സ് പെർ മില്യണിലായിരിക്കും നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടുമല്ലോ നമുക്ക്. ആ വെയിറ്റിനെ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി വാട്ടർ സാമ്പിൾ. എത്ര വെയിറ്റ് ഓഫ് സെഡിമെൻ്റ് ആണ് നമുക്ക് കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി വാട്ടർ സാമ്പിൾ ചെയ്യും. അത് മൾട്ടിപ്ലൈഡ് ബൈ 10⁶. ആ ഒരു വാല്യൂനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ സെഡിമെന്റ് ലോഡ് കണ്ടുപിടിക്കാനാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു സെഡിമെന്റ് ലോഡ് കൂടാതെ ബെഡ് ലോഡും ഉണ്ടെന്ന് അല്ലേ. സോ ബെഡ് ലോഡ് മെഷർ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലായിട്ട് ഡിവൈസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഡഡ് സെഡിമെന്റ് ലോഡ് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ ഒരു 15% ബെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് ലോഡിൻ്റെ ഒരു 15% ആയിരിക്കും എന്നുള്ള ഒരു അസംഷൻ നമ്മളങ്ങ് എടുക്കും. ഓക്കെ, അതാണ് നമ്മൾ ബെഡ് ലോഡിൻ്റെ കേസിൽ ചെയ്യുന്നത്. ബെഡ് ലോഡിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ്സ് ഒന്നും നമുക്ക് ഇല്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്, അതിൻ്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സ്ട്രീമിൽ സെഡിമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സെഡിമെൻറ്റ് ലോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോ ഈ റിവറിൽ ഫ്ലോ കൂടുന്നതനുസരിച്ച് സെഡിമെന്റ് ലോഡ് ഇങ്ങനെ വരും, വന്ന് റിസർവോയറിൻ്റെ അവിടെ ഡെപ്പോസിറ്റഡ് ആവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സെഡിമെന്റ് ലോഡ് കൂടുന്നതനുസരിച്ച്, സെഡിമെന്റ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റിസർവോയർ കപ്പാസിറ്റി എന്താ ചെയ്യുക, കുറയും അല്ലേ. സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ സെഡിമെന്റ് കൂടുമ്പോഴത്തേക്കും അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ റിസർവോയറിൻ്റെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. സോ നമ്മൾ യൂഷ്വലി എടുക്കുന്നത് യൂസ്ഫുൾ ലൈഫ് ഈസ് ടെർമിനേറ്റഡ് വെൻ ദ കപ്പാസിറ്റി ഈസ് റെഡ്യൂസ്ഡ് ടു 20% ഓഫ് ദി ഡിസൈൻഡ് കപ്പാസിറ്റി. നമ്മൾ ഡിസൈൻ ചെയ്ത കപ്പാസിറ്റിയുടെ 20% ആയി കഴിയുമ്പോഴത്തേക്കും, 20% വരെ അതിൻ്റെ ഇതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞെന്ന് പറയും. ഓക്കെ, അതായത് ഇനിഷ്യലി 100% ആയിരുന്നു അതിൻ്റെ കപ്പാസിറ്റി, ഫുൾ ഇതിൽ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ എന്ത് പറ്റും, ആ ഒരു കുറച്ച് പോർഷനിലേക്ക് സെഡിമെൻറ്റ് വന്ന ഇതായി. സോ ബാക്കി 19% മാത്രമേ അതിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് വർഷം കഴിയുമ്പോൾ എന്ത് പറ്റും, വീണ്ടും കുറേ സെഡിമെൻറ്റ് വന്ന് അടിയും. സോ 80% മാത്രമേ പിന്നീട് യൂസ്ഫുൾ ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും സെഡിമെൻറ്റ് അങ്ങനെ കുറഞ്ഞു വരുന്നത് 20% വരെ ആവും അതിൻ്റെ കപ്പാസിറ്റി. ബാക്കി 80% എന്തായിരിക്കും, സെഡിമെൻറ്റ്സ് ആയിരിക്കും. 20% മാത്രമേ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൂ. ബാക്കി 18% ഈ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത സെഡിമെൻറ്റ്സ് ആയിരിക്കും. സോ ആ ഒരു ലിമിറ്റ്, 20% എന്ന് പറയുന്ന ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, ആ റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫ് അത്രയാണ് വെക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത കപ്പാസിറ്റിയിൽ നിന്നും കുറഞ്ഞ് 20% എപ്പോഴാവുന്നു അതുവരെ ഉള്ളൂ റിസർവോയറിൻ്റെ യൂസ്ഫുൾ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ട്രാപ്പ് എഫിഷ്യൻസി. എന്താണ് ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പെർസെൻറ്റേജ് ഓഫ് ദി ഇൻഫ്ലോയിങ് സെഡിമെൻറ്റ് വിച്ച് ഈസ് റീറ്റേൺഡ് ഇൻ എ റിസർവോയർ. അതായത് നമ്മൾ റിവറിൽ കുറേ സെഡിമെൻറ്റ്സ് വരുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഇൻഫ്ലോ വരുന്ന സെഡിമെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് ആ റിസർവോയറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാപ്പ് എഫിഷ്യൻസി. അപ്പോൾ ഈ വരുന്ന സെഡിമെൻറ്റിലൂടെ എല്ലാം അവിടെ അടിയണമെന്നില്ല. കുറച്ചൊക്കെ എന്താ പറ്റുക, അത് നമ്മൾ ഷട്ടറൊക്കെ തുറക്കുമ്പോൾ, ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കുമ്പോൾ അതിൽ കൂടെ കുറച്ച് സസ്പെൻഡഡ് ലോഡ്സ് ഒക്കെ താഴെ പോകും അല്ലേ. എല്ലാം വരുന്ന ഫുൾ സെഡിമെൻറ്റ്സ് ആ റിസർവോയറിൽ അടിയത്തില്ല. കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ റീറ്റെയിൻഡ് ആവുള്ളൂ. സോ ആ ഒരു പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് അവിടെ റീറ്റെയിൻഡ് വരുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആ റിസർവോയറിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് റേഷ്യോ ഓഫ് റിസർവോയർ കപ്പാസിറ്റി ടു ദി ടോട്ടൽ ഇൻഫ്ലോ. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിസർവോയറിന്റെ കപ്പാസിറ്റി ടു ഇൻഫ്ലോ, ആ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രാപ്പ് എഫിഷ്യൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഓർ ഇറ്റ് ഇസ് എ ടോട്ടൽ സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ റിസർവോയർ. ആ റിസർവോയറിൽ ഡെപ്പോസിറ്റ് ചെയ്ത ടോട്ടൽ സെഡിമെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെഡിമെന്റ് ഫ്ലോയിങ് ഇൻ ദ റിവർ. എത്ര സെഡിമെന്റ് ആണോ അതിലേക്ക് വന്നത്, ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്ത് ഡിവൈഡഡ് ബൈ സെഡിമെന്റ് ഫ്ലോ. അങ്ങനെ നമ്മൾ ട്രാപ്പ് എഫിഷ്യൻസിയെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ റിസർവോയർ എന്ന് പറയുന്നത് ഒരു സ്മോൾ കപ്പാസിറ്റി റിസർവോയർ ആണെങ്കിൽ, ഒത്തിരി വെള്ളം സ്റ്റോർ ചെയ്യാത്ത ഒരു ചെറിയ കപ്പാസിറ്റി ഉള്ള റിസർവോയർ ആണെങ്കിൽ അവിടുത്തെ ട്രാപ്പ് എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ചെറിയതാണ്, കപ്പാസിറ്റി വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ വരുന്ന വാട്ടർ എന്ന് പറയുന്നത് അപ്പം തന്നെ ഒഴുക്കി പല പല ആവശ്യങ്ങൾക്കായിട്ട് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് എമൗണ്ട് മാത്രമേ സ്റ്റോർ ആവുന്നുള്ളൂ. സോ അവിടെ ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും, അല്ലേ? കാരണം ഫ്ലോ വരുന്നു, ഫ്ലോ ഒഴുകി പോകുന്നു. അപ്പോൾ ആ ഒഴുകി പോകുന്ന കൂട്ടത്തിൽ തന്നെ സെഡിമെന്റ്സും ഒന്ന് പൊയ്ക്കുള്ളൂ. അവിടെ കെട്ടി നിർത്തുന്നില്ല നമ്മൾ. കുറച്ച് കപ്പാസിറ്റി മാത്രമേ, കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇനി റിസർവോയർ വളരെ ലാർജ് കപ്പാസിറ്റി ഉള്ള റിസർവോയർ ആണെങ്കിൽ എന്താ പറ്റുന്നത്? ഈ വരുന്ന ഇൻഫ്ലോ വാട്ടർ, ഒരുപാട് വാട്ടർ ഇവിടെ വരികയും ചെയ്യും, കുറേ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് നിർത്തുകയും ചെയ്യും. ദെൻ പിന്നീട് ഓരോ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്ന? വരുന്ന സെഡിമെന്റ്സിലെ ഭൂരിഭാഗം പോർഷനും, അല്ലെ, അതിൻ്റെ കുറേ എമൗണ്ടും എന്താ പറ്റുന്നത്? അവിടെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കാരണം സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കുറേ ഡ്യൂറേഷനിൽ അവിടെ നിൽക്കണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഡെപ്പോസിറ്റും കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ട്രാപ്പ് എഫിഷ്യൻസി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ പോയിന്റ് ഓർത്തണം. സ്മോളർ കപ്പാസിറ്റി ആണെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി കുറവായിരിക്കും. ഹയർ കപ്പാസിറ്റി ഉള്ള റിസർവോയർ ആണെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ്, ഇനി നമ്മൾ എങ്ങനെയാണ് റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫ്, എത്ര വർഷമാണ്, ഇപ്പം നമ്മളൊരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്തു, അത് എത്ര വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ് ഞാനൊന്ന് ആദ്യം പറയാം. സ്റ്റെപ്സ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എന്തായാലും ആദ്യം ബ്രീഫായിട്ട് അതിൻ്റെ സ്റ്റെപ്സ് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന റിസർവോയറിൻ്റെ കപ്പാസിറ്റി ആദ്യം അറിയണം. ഓക്കെ, അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. ഏത് റിസർവോയർ ആണോ ആ റിസർവോയറിൻ്റെ കപ്പാസിറ്റി നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. നെക്സ്റ്റ്, ആ ഒരു റിവറിലുള്ള ആനുവൽ ഇൻഫ്ലോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ച് വയ്ക്കാം. ഓക്കെ, കപ്പാസിറ്റി അറിയണം, ആനുവൽ ഇൻഫ്ലോ അറിയണം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ അല്ലെങ്കിൽ ട്രാപ്പ് എഫിഷ്യൻസി, കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കുക. ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഓക്കെ, ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കപ്പാസിറ്റി ടു ഇൻഫ്ലോ റേഷ്യോ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ കപ്പാസിറ്റി ടു ഇൻഫ്ലോ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഒരു ന്യൂമറിക് എന്തെങ്കിലും ഒരു പോയിന്റിൻ്റെ ഒരു വാല്യൂ ആയിരിക്കും, 0.5, 0.2 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാപ്പ് എഫിഷ്യൻസി വാല്യൂ വേറെ ഉണ്ട്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസിയുടെ വാല്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചാർട്ടായിട്ടും ടേബിളായിട്ടൊക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്ന റേഷ്യോ എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി വാല്യൂ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും ആ ഒരു ടേബിൾ നിങ്ങൾക്ക് തരും. ട്രാപ്പ് എഫിഷ്യൻസി വാല്യൂവിൻ്റെ എനിക്ക് ആ എഫിഷ്യൻസി എത്രയാണെന്നുള്ള വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് തരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു റിസർവോയർ നമ്മൾ ഇനിഷ്യലി എന്താണ് 100% ആണ് അതിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ 100% സ്റ്റോറേജ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഓരോ ഇയർ കഴിയും തോറും എന്താ പറ്റുന്നത്? സെഡിമെന്റ്സ് കൂടും. സെഡിമെന്റ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആ ടോട്ടൽ കപ്പാസിറ്റീനെ നമ്മൾ പല പല ഇൻ്റർവെലായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ആദ്യം 100% ആയിരുന്നു, ദെൻ കുറച്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ 10% കപ്പാസിറ്റി കുറഞ്ഞു. അപ്പോൾ എത്രയായി? 90% കപ്പാസിറ്റിയിലോട്ടായത്. ദെൻ വീണ്ടും കുറേ വർഷം കഴിഞ്ഞപ്പോൾ 80%, അങ്ങനെ 10 അതിൻ്റെ അങ്ങനെ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച് ആ ഒരു ഇൻ്റർവെലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ 10% ഇൻ്റർവെൽ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ 20% ഇൻ്റർവെൽ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 10 അല്ലെങ്കിൽ 20 ആയിട്ട് നമ്മൾ അതിനെ ടോട്ടൽ കപ്പാസിറ്റിയെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വീണ്ടും കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കും. ഓക്കെ, ആദ്യം 100 ആയിരുന്നു. ഇൻഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ റിവറിലുള്ള ഇൻഫ്ലോ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി 100% ആയിരിക്കുമ്പോൾ ഉള്ള കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കും.
ദെൻ അത് 90% ആകുമ്പോൾ 90% ആകുന്ന പറയുമ്പോൾ 10% കപ്പാസിറ്റിയോട് കുറഞ്ഞു അല്ലേ. സോ ആ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഇൻഫ്ലോ കണ്ടുപിടിക്കും. അതുപോലെ 18% ആകുമ്പോഴത്തേക്കും അതിൻ്റെ കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഇൻഫ്ലോ. സോ ഇൻഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെയിം വാല്യൂ തന്നെ ആയിരിക്കും, പക്ഷേ ഈ കപ്പാസിറ്റിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, ഓരോ ഇയർ കഴിയുമ്പോഴും 10% വെച്ച് കുറയുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഓരോ കപ്പാസിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസിയും ഡിറ്റർമൈൻ ചെയ്യും. അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതേപോലെ ഇങ്ങനെ 10, 100% കറസ്പോണ്ടിങ്, 90, 80 ഇങ്ങനെ ഓരോ പേഴ്സണും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കും നമ്മൾ. ഓരോ ഇതിൻ്റെയും 100ൽ നിന്ന് 90ലേക്ക് 100ൻ്റെ ഒരു എഫിഷ്യൻസി ഉണ്ട്, അതുപോലെ തന്നെ 90ക്ക് ഒരു എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ 100ൽ നിന്ന് 90ലേക്ക് മാറിയപ്പോഴത്തേക്കുമുള്ള മീൻ ട്രാപ്പ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ 90ൽ നിന്ന് 80ലേക്ക് മാറിയപ്പോഴുള്ള മീൻ ട്രാപ്പ് എഫിഷ്യൻസി. അങ്ങനെ ഈ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ചിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ആവറേജ് വാല്യൂ. ഓരോ പെർസെൻറ്റേജും എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻ്റർവെൽ എടുത്ത് ആ ഇൻ്റർവെൽ കുറയുമ്പോൾ ഉള്ള ആ 100ൽ നിന്ന് 90 വരുമ്പോൾ ഉള്ള മീൻ ആവറേജ്, 90ൽ നിന്ന് 80 വരുമ്പോൾ ഉള്ള മീൻ ആവറേജ്, അങ്ങനെ ഓരോ ഇതിനും കുറയുന്നതനുസരിച്ചുള്ള മീൻ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വണ്ണിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റിവറിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിലുള്ള ആവറേജ് ആനുവൽ സെഡിമെൻറ്റ്സ്, എത്ര സെഡിമെൻറ്റ്സ് ആണ് അത് ആനുവലി എത്ര സെഡിമെൻറ്റ്സ് അതിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ആവറേജ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ആനുവൽ ആവറേജ് സെഡിമെൻറ്റിനെ, അങ്ങനെ കണ്ടുപിടിക്കുന്ന ആനുവൽ സെഡിമെൻറ്റിനെ നമ്മൾ മീൻ ട്രാപ്പ്, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചില്ലേ മീൻ ട്രാപ്പ് എഫിഷ്യൻസി, ആ മീൻ ട്രാപ്പ് എഫിഷ്യൻസി ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റിവറിൽ ഡെപ്പോസിറ്റഡ് ആവുന്ന ടോട്ടൽ സെഡിമെൻറ്റിൻ്റെ വാല്യൂ, ആനുവലി അവിടെ ഡെപ്പോസിറ്റഡ് ആവുന്ന സെഡിമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് എപ്പോഴും വെയിറ്റിലായിരിക്കും ഈ വാല്യൂ ഒക്കെ കിട്ടുന്നത്. ആ വെയിറ്റിൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സെഡിമെൻറ്റ് ലോഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ് നമുക്ക് തരും. സോ ആ സ്പെസിഫിക് വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ആ വാല്യൂ, ആ വെയിറ്റഡ് വാല്യൂ നമുക്ക് വോളിയത്തിലേക്ക് കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രോബ്ലം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ അവിടുത്തെ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി അവിടുത്തെ എത്ര വോളിയം ഓഫ് സെഡിമെൻറ്റ് ആ റിസർവോയറിൽ അടിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ എത്ര ഇയർ എടുത്തു. ഇപ്പം 100ൽ നിന്നും 90%ലേക്ക് ആവാനായിട്ട് 100% കപ്പാസിറ്റി ഉണ്ടായിരുന്ന റിസർവോയർ 90% റിസർവോയറിലേക്ക് അല്ലെങ്കിൽ 90% കപ്പാസിറ്റിയിലേക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഇയർ എടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അത് കിട്ടാനായിട്ട് സ്റ്റെപ്പ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഈ വോളിയം ഓഫ് സെഡിമെൻറ്റ്, അതിൻ്റെ കപ്പാസിറ്റിയും വോളിയം ഓഫ് സെഡിമെൻറ്റും, അത് ആ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര വർഷം കൊണ്ടാണത് താഴേക്ക് വന്നത്, 100ൽ നിന്ന് 90ലേക്ക് വന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും, പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ 100ൽ നിന്ന് 90 നമ്മൾ കണ്ടുപിടിച്ചു. സെയിം തന്നെ 90ൽ നിന്ന് 80ലേക്ക് വരാനായിട്ട് എത്ര ഇയർ എടുത്തു, 80ൽ നിന്ന് 70ലേക്ക് വരാനായിട്ട് എത്ര ഇയർ എടുത്തു. സോ അങ്ങനെ എത്ര ഇയർ എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. സോ കപ്പാസിറ്റി, എത്ര കപ്പാസിറ്റിയാണ് കുറഞ്ഞത് ഡിവൈഡഡ് ബൈ ആനുവൽ സെഡിമെൻറ്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് ആനുവൽ സെഡിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇയർ കിട്ടും. സോ ഓരോ കപ്പാസിറ്റിയും കുറഞ്ഞപ്പോൾ ഉള്ള ഇയർ, എത്ര ഇയർ കൊണ്ടാണ് ഓരോ കപ്പാസിറ്റിയും കുറഞ്ഞതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 100ൽ നിന്ന് 90%ലേക്ക് വരാനായിട്ട് നമ്മൾ എത്ര ഇയർ എടുത്തു, 100ൽ നിന്ന് 90%ലേക്ക് വരാനായിട്ട് എത്ര ഇയർ എടുത്തു, അതുപോലെ 90ൽ നിന്ന് 80ലേക്ക് വരാനായിട്ട് എത്ര ഇയർ എടുത്തു, അങ്ങനെ എല്ലാ ഇയറും നമുക്ക് കിട്ടും. ആ ഇയർ എല്ലാം കൂടെ നമ്മൾ സം ചെയ്യും. ഇങ്ങനെ നമ്മൾ 20% ആവുന്നതിനും വരെ നമ്മൾ കണ്ടുപിടിക്കും. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിന് 20% വരെ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ 20% വരെയുള്ള അത്രയും വരെ ആവാനായിട്ട് എത്ര ഇയർ എടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫൈനൽ യൂസ്ഫുൾ ലൈഫ് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഇതതിൻ്റെ പ്രൊസീജിയറാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇനി ഇതെങ്ങനെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പം ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്,
ഫൈൻഡ് ദ പ്രോബബിൾ ലൈഫ് ഓഫ് എ റിസർവോയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈഫ് ഓഫ് എ റിസർവോയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3700 ഹെക്ടർ മീറ്റർ ആണ് ഇനിഷ്യൽ കപ്പാസിറ്റി. ഓർത്തോണം, ഇനിഷ്യൽ ഫ്ലോ കപ്പാസിറ്റി ഇതാണ്. ഇനി അവിടത്തേക്ക് വരുന്ന ആവറേജ് ആനുവൽ ഇൻഫ്ലോ, ആ റിവർ സ്ട്രീമിലുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത് 7400 ഹെക്ടർ മീറ്റർ ആണ്. ഈ ആനുവൽ സെഡിമെന്റ് ഇൻഫ്ലോ, സെഡിമെന്റിന്റെ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 2 × 10⁶ 10⁻² ആണ് കേട്ടോ, 2 × 10⁻6 കിലോ ന്യൂട്ടൺ. 10⁻6 കിലോ ന്യൂട്ടൺ വെയിറ്റിലാണ് നമുക്ക് സെഡിമെന്റിലോട് തന്നിരിക്കുന്നത്. ദെൻ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സെഡിമെന്റ് തന്നിട്ടുണ്ട് 11.2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. നമുക്ക് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി റിസർവോയർ കണ്ടുപിടിക്കണം. അവർ പറഞ്ഞിട്ടുണ്ട്, the useful life of the reservoir will terminate when 80% of its initial capacity is filled with sediment. അതായത് 80% സെഡിമെന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഓരോ കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? യൂസ്ഫുൾ ലൈഫ് ഓഫ് റിസർവോയർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നില്ല, ആദ്യം ഒന്ന് എടുത്ത് എഴുതുക. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ആനുവൽ സെഡിമെന്റ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് സെഡിമെന്റ് ഇൻഫ്ലോ എപ്പോഴും എങ്ങനെയായിരിക്കും? വെയിറ്റിലായിരിക്കും തരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? വോളിയം ആണ് വേണ്ടത് അല്ലെ? എത്ര വോളിയം സെഡിമെന്റിന്റെ വോളിയമാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെഡിമെന്റിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ അതിന്റെ സ്പെസിഫിക് വെയിറ്റ്. സെഡിമെന്റിന്റെ സ്പെസിഫിക് വെയിറ്റ് 11.2 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ 11.2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് വോളിയം കിട്ടും. ദാറ്റ് ഈസ് മീറ്റർ ക്യൂബിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അതിന് നമ്മൾ ഹെക്ടർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, 1.78 10⁵ മീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. സോ നമ്മൾ അതിനെ ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 17.86 ഹെക്ടർ മീറ്റർ. അപ്പോൾ സെഡിമെന്റിന്റെ വോളിയം കിട്ടി, ആനുവൽ വോളിയം ഓഫ് സെഡിമെന്റ് കിട്ടി. ഇനി ഇനിഷ്യൽ കപ്പാസിറ്റി ഓഫ് ദ റിസർവോയർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 3700 ആണ്. അവിടേക്കുള്ള ആ റിവറിലുള്ള ആനുവൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 7400 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കപ്പാസിറ്റിയും ഇൻഫ്ലോയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കാം. ശരിയല്ലേ? സോ കപ്പാസിറ്റി അറിയാം, ഇൻഫ്ലോ അറിയാം, റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ച? തുടക്കത്തിൽ ഇനിഷ്യലി ഉള്ള കേസ് നമ്മൾ 100% ആയിട്ടിരിക്കുന്ന സമയത്തുള്ളതാണ് ഇത്രയും. ഇനി നമ്മളോട് പറഞ്ഞു അതെന്ത് പറ്റും? 80% വരെ ആകുമ്പോഴത്തേക്കും സെഡിമെന്റ്സ് 80% എന്ന് പറയുമ്പോഴത്തേക്കും അതിന് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു അല്ലേ? അപ്പം നമ്മളിനി എന്ത് ചെയ്യണം? ആ ഒരു പ്രൊസീജിയർ നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു 100%ൽ നിന്നും കുറച്ച് പെർസെൻറ്റേജ് കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു. അപ്പോൾ അതിനെ ഒരു ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ടേബിളിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പെർസെൻറ്റേജിലുള്ള വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വോളിയം ഹെക്ടർ മീറ്ററിലുള്ള വാല്യൂ ഉണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിസർവോയർ ഫുൾ കപ്പാസിറ്റി 100% കപ്പാസിറ്റിയിലാണ്. അത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഒരു ഇൻ്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 100ൽ നിന്നും കുറച്ച് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അതിന് 10% കുറയുന്ന രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ 20% ഇൻ്റർവൽ എടുക്കാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ 10% ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 20% ഇൻ്റർവൽ എടുക്കുകയാണ്. സോ ആദ്യം 100 ഉണ്ട്, ദെൻ അതിൽ നിന്നും കുറച്ച് വർഷം കഴിയുമ്പോൾ 80% ആയി, ദെൻ 60 ആയി, 40 ആയി, ദെൻ 20 ആയി. 20 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3700 ഹെക്ടർ മീറ്റർ, അത്രയും വാട്ടർ ആ റിസർവോയറിൽ കൊള്ളും. പക്ഷേ എന്താണ്? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കപ്പാസിറ്റി 80% റെഡ്യൂസ് ആയി. അതായത് ഈ 3700ൽ നിന്നും എത്ര കുറഞ്ഞു? 20% കപ്പാസിറ്റി അതിൻ്റെ കുറഞ്ഞു. ദാറ്റ് ഈസ് 3700ൻ്റെ 20% കുറഞ്ഞു. ദാറ്റ് ഈസ് 2960. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2960 കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും എന്താ ചെയ്യേണ്ടത്? വീണ്ടും അത് 80ൽ നിന്നും 60 ആയി. അതായത് ഇതിൻ്റെ 20% വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ദെൻ 40 ആയപ്പോൾ അതിനർത്ഥം എന്താ? ഈ 2220 20% വീണ്ടും കുറഞ്ഞു, ദെൻ വീണ്ടും 20% കുറഞ്ഞു. സോ ആ ഓരോ വാല്യൂസും ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനിഷ്യൽ വോളിയം, അതിൽ നിന്നും ഓരോ താഴുന്നതനുസരിച്ച് 20% കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അതിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഇനി അത് കണ്ടുപിടിച്ച നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ. നമുക്ക് കപ്പാസിറ്റി അറിയാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പേഴ്സൻറ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ വോളിയം, അതാണ് അതിൻ്റെ കപ്പാസിറ്റി അല്ലേ? ഇൻഫ്ലോയും നമുക്കറിയാം. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 7400 ആണ്. സോ കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കിട്ടാൻ എന്ത് ചെയ്യണം? 100% കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇൻഫ്ലോ. ദെൻ അതുപോലെ 80% ആയപ്പോഴത്തേക്കും കപ്പാസിറ്റി എത്രയായിട്ട് കുറഞ്ഞു? 2960 ആയിട്ട് കുറഞ്ഞു, ഡിവൈഡഡ് ബൈ ഇൻഫ്ലോ. ഇൻഫ്ലോയ്ക്ക് മാറ്റമില്ല.
ഇൻഫ്ലോ എപ്പോഴും ഏതാണോ ഇനിഷ്യൽ ഇൻഫ്ലോ അത് തന്നെയാണ്. ദെൻ അതുപോലെ നെക്സ്റ്റ് 60 ആയപ്പോഴത്തേക്കും 2220 ഡിവൈഡ് ബൈ 7400. ഇനി ഓരോ വാല്യൂ ഡിവൈഡ് ബൈ 7400 ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കിട്ടും. ഇനി കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചാർട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ ഈ ഓരോ കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. സോ ഇവിടെ 0.5 ആണ്. സോ 0.5ന് കറസ്പോണ്ടിങ് ആയ ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 96. ദെൻ നെക്സ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 0.4 ആയിരുന്നു കിട്ടി. സോ 0.4ന് കറസ്പോണ്ടിങ് ആയിട്ടത് 95.5. ദെൻ നെക്സ്റ്റ് ചെയ്തപ്പോൾ 0.3 ആയിരുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് 95. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കപ്പാസിറ്റി ഇൻഫ്ലോ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസി വാല്യൂ നമ്മൾ എഴുതും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റിൽ എപ്പോഴും തരും ഇങ്ങനൊരു ടേബിൾ. അപ്പോൾ നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി. ദാറ്റ് ഈസ് ഇത് 100%ൽ നിന്നും 80%ലേക്ക് താഴ്ന്നപ്പോൾ ഉള്ള ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി. സോ ആദ്യത്തെ ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 100ൽ നിന്നും 80 ആയപ്പോഴത്തേക്കുമുള്ള ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി ദാറ്റ് ഈസ് 96 പ്ലസ് 95.5 ഡിവൈഡഡ് ബൈ 2. അതാണ് 95.7 എന്ന് പറയുന്ന വാല്യൂ. ദെൻ അതുപോലെ 80ൽ നിന്നും 60 ആയപ്പോഴത്തേക്കും ഈ രണ്ട് വാല്യൂ 95.5 പ്ലസ് 95 ഡിവൈഡഡ് ബൈ 2. അതാണ് 95.2 എന്ന് പറഞ്ഞ വാല്യൂ. ദെൻ അത് കഴിഞ്ഞ് 60ൽ നിന്ന് 40 ആയപ്പോൾ എന്ത് പറ്റും? 95 പ്ലസ് 93 ഡിവൈഡഡ് ബൈ 2. അതുപോലെ 40ൽ നിന്ന് 20 ആവുക എന്ന് പറയുമ്പോൾ 93/87/2 ദാറ്റ് ഈസ് 90. സോ ഇങ്ങനെ ആവറേജ് ഓരോ പെർസെൻറ്റേജ് താഴുമ്പോൾ ഉള്ള ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. 100% ആയിരുന്നു, കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് 80% ആയി. സോ എത്ര സെഡിമെൻറ്റ്, എത്ര ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി അവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് അറിയണം. അതിനായിട്ടാണ് നമ്മൾ ഈ ആവറേജ് എടുക്കുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് എന്തായിട്ട് ട്രാപ്പ് എഫിഷ്യൻസി പെർസെൻറ്റേജിലുള്ള വാല്യൂ കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ വോളിയം അറിയണം. വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്ഡ്. ഇപ്പം ഈ 100ൽ നിന്നും 80 ആയപ്പോൾ 80% കപ്പാസിറ്റി ആയപ്പോൾ എത്ര വോളിയം ഓഫ് സെഡിമെൻറ്റ് ആ റിസർവോയറിലുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യുന്നത് ഈ ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി 95.7 ഇത് പെർസെൻറ്റേജിലുള്ള വാല്യൂ ആണ്. ആവറേജ് എഫിഷ്യൻസി ഇൻടു സെഡിമെൻറ്റ് ഇൻഫ്ലോ ചെയ്യണം. ഓക്കെ, സെഡിമെൻറ്റ് ഇൻഫ്ലോ കണ്ടുപിടിച്ച് നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു സെഡിമെൻറ്റ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ക്വസ്റ്റിനിൽ സെഡിമെൻറ്റിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ട്. വെയിറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ഇത് കിട്ടും, സെഡിമെൻറ്റ് കിട്ടും, സെഡിമെൻറ്റ് ഇൻഫ്ലോ കിട്ടും. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. സോ ഇനി വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്ഡ് ഈ ഒരു കോളം വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്ഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിട്ടിയ തൊട്ട് മുമ്പ് കിട്ടിയ ആവറേജ് എഫിഷ്യൻസി, ഈ ആവറേജ് എഫിഷ്യൻസി ഇതിപ്പോൾ പെർസെൻറ്റേജിലാണ്. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പം 957 ഇൻറ്റു നമുക്ക് കിട്ടിയ സെഡിമെൻറ്റ് ഇൻഫ്ലോ. ഓക്കെ, സെഡിമെൻറ്റ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 17.86 ആണ്. അത് പ്രീവിയസ് സ്ലൈഡ് നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. 17.86 ആയിരുന്നു. സോ ആ രണ്ട് വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 17.09 കിട്ടുന്നത്. സിമിലർലി നെക്സ്റ്റ് വാല്യൂ 95.2 ആണ്. ദാറ്റ് ഈസ് 0.952 ഇൻറ്റു 17.86 ചെയ്യുമ്പോൾ 17 കിട്ടും. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് 0.94 ഇൻറ്റു 17.86 ചെയ്യുമ്പോൾ 16.79. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 0.9 ഇൻറ്റു 17.86 ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ വോളിയം ഓഫ് സെഡിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി ഇൻറ്റു സെഡിമെൻറ്റ് ഇൻഫ്ലോ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 95%ലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 100 ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്ഡ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇയേഴ്സ് ടു ഫില്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇയർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി റെഡ്യൂസ്, എത്ര കപ്പാസിറ്റി ആണോ റെഡ്യൂസ് ആയത്, എത്ര വോളിയം ഓഫ് കപ്പാസിറ്റി ആണോ റെഡ്യൂസ്ഡ് ആയത് അത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്പ്. എത്ര വോളിയം ആ ഒരു ഇയറിൽ എത്ര വോളിയം ഓഫ് സെഡിമെൻ്റ് ആണ് അവിടെ ട്രാപ്ഡ് ആയത്, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, വോളിയം ഓഫ് ഇത് നിങ്ങൾ നോട്ടിലേക്ക് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് എഴുതുമ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ നോട്ടിലേക്ക് ഇക്വേഷൻ നോട്ട് ചെയ്ത് പോകുക. സോ കപ്പാസിറ്റി റെഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സെഡിമെൻറ്റ് ട്രാപ്ഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു 20% വെച്ചിട്ടാണ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെലാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആയിട്ട് 740 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ റെഡ്യൂസ് ആയിരിക്കുന്നത്. 3700ൻ്റെ 740 വെച്ചാണ് കുറഞ്ഞു വരുന്നത്. 20% റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ 740 മീറ്റർ ക്യൂബ്, അത്രയും വോളിയം ഓഫ് വാട്ടറാണ് കുറയുന്നത്. സോ ഇവിടെ വോളിയം ഓരോ പെർസെൻറ്റേജ് താഴുമ്പോഴും ഇവിടെ കുറയുന്ന വോളിയം എന്ന് പറയുന്നത് 740, അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, കാരണം ഇവിടെ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെലാണ്, 20% ഇൻ്റർവെലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇയർ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്റി റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 740 ആണ്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സെഡിമെന്റ് ട്രാപ്ഡ്. ഇനിഷ്യലി 100ൽ നിന്നും 8ലേക്ക് മാറാനായിട്ട് എത്ര വോളിയം ഓഫ് സെഡിമെന്റ് ആണ് ട്രാപ്ഡ് ആയത്? 17.09. സോ 740 ബൈ 17.09 ചെയ്യുന്നതാണ് ഈ 43.3 എന്ന് പറയുന്ന ഇയർ. അതായത് അത്രയും വർഷം എടുത്തു 100ൽ നിന്നും 80% മാറാനായിട്ട് 43 ഇയേഴ്സ് എടുത്തു. അതുപോലെ നെക്സ്റ്റ് ഇനി 80% നിന്നും അതിൻ്റെ കപ്പാസിറ്റി 60% ആയിട്ട് കുറയാനായിട്ട് എത്ര നാളെടുത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കുറഞ്ഞ വാല്യൂ 740 ഡിവൈഡഡ് ബൈ അത്രയും നാൾ എത്ര വോളിയം ഓഫ് സെഡിമെന്റ് അവിടെ ഉണ്ടായി? 17. ഈ വാല്യൂ ചെയ്യുമ്പം അതിൻ്റെ ഇയർ കിട്ടും. അതുപോലെ 60 40ലേക്ക് മാറാൻ എന്ത് കണ്ടുപിടിക്കണം? 740 ഡിവൈഡ് ബൈ 16.79. ദെൻ 40 20ലേക്ക് ആവാനായിട്ട് 740 ഡിവൈഡ് ബൈ 16.07. അത് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഓരോ 20% കുറയാനായിട്ട് എത്ര ഇയർ എടുത്തു എന്നുള്ളത് കിട്ടും. സോ ടോട്ടലി അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കും. സോ ഇതാണ് ഈ 176.9 എന്ന് പറയുന്നതാണ്. അത്രയും ഇയർ നമുക്ക് ആ റിസർവോയറിനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി പിന്നെ നമുക്ക് ആ റിസർവോയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഈ റിസർവോയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിൽ ആദ്യം ആ പ്രോബ്ലം എഴുതുക, ആ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റെപ്സും എഴുതി നോക്കുക, ഈ ടേബിൾ വരയ്ക്കുക, തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇനി ഇതിൻ്റെ മോർ പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിക്കാം. ഇപ്പം എന്തായാലും ഇനിഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് ആ നോട്ട് എടുത്ത് പ്രോബ്ലം എഴുതിയിട്ട് ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് ഇനി 1-2 പ്രോബ്ലം കൂടി ഞാൻ ചെയ്യിക്കാം നിങ്ങൾക്ക്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇതൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക.